നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മുടെ നഴ്സറിയിൽ പുതിയതായിട്ട് വന്ന പുതിയ സ്റ്റോക്കുകളെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നതാണ് ഡയാന്തസ്. പലതരം കളറുകളിൽ ഇപ്പം ലഭ്യമാണ്. നല്ല മനോഹരമായ ചെടിയാണ്. അതുപോലെ തന്നെ കലാഞ്ചിയ, വിവിധ വർണ്ണങ്ങൾ, മഞ്ഞ, പിങ്ക്, റെഡ്, വൈറ്റ്, പല കളറിൽ ഇപ്പം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കലാഞ്ചിയ നല്ല ചെടിയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ യോജിച്ച് പോകുന്നൊരു ചെടിയാണ്. അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള റോസ്, നല്ല പല കളറിലുള്ള റോസുകളുണ്ട് വന്നിട്ട്. റെഡ്, പിങ്ക്, ഓറഞ്ച്, അങ്ങനെ പല കളർ, മഞ്ഞ, പല കളറിലുണ്ട്. നല്ല ചെടിയാണ്. നല്ല മുട്ടുകളും നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന ചെടി ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ റോസിൻ്റെ ഇത് വെറൈറ്റി കളറാണ്. ഒരു പുതിയ വെറൈറ്റി കളറായത്. നല്ല മനോഹരമായ, നല്ല വിരിഞ്ഞ്, നല്ല രസമാണ് പൂവ്, നല്ല മനോഹരം. അങ്ങനെ ജമന്തി വിവിധ വർണ്ണങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമാണ്. ജമന്തി പല കളറിലുണ്ട്. നല്ല വിരിഞ്ഞ് വരുന്ന മൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ജമന്തി ഇപ്പോൾ ഉണ്ട്. അതല്ല പെൻറ്റാസ് നമ്മളെ അധികം ഇത് നമ്മുടെയൊക്കെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ല യോജിച്ചൊരു ചെടിയാണ് പെൻറ്റാസ്. അധികം കേട് ഇല്ലാതെ നമുക്ക് സംരക്ഷിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ചെടിയാണ്. അപ്പം നല്ല വിവിധ വർണ്ണങ്ങളിൽ, പിങ്ക്, റെഡ്, വൈറ്റ്, അങ്ങനെ പല കളറിലുണ്ട്. നല്ല ചെടി, മൊട്ടും പൂവായിട്ട് ഒക്കെ നിൽക്കുന്ന ചെടിയാണ്. നല്ല ധാരാളമുണ്ട്. ബിഗോണിയ വന്നിട്ടുണ്ട്. നല്ല വിവിധ വർണ്ണങ്ങളിൽ നല്ല ചെടിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ്. ഡാലിയയിലെ വിവിധ കളർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ വെറൈറ്റി നമ്മൾ ഈ സീസണിൽ വരുന്നതാണ് നമ്മുടെ പോയിൻറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പിങ്ക് കളറാണ് പോയിൻറ്റ് സിറ്റി. ഇത് ധാരാളമായിട്ട് സീസണിൽ വരികയും ഈ സമയത്ത് കിട്ടുന്ന ചെടിയാണ്. അത് സീസണിലെ ചെടിയാണ്. അത് സീസൺ കഴിഞ്ഞാൽ അതിന് പൂവിൻ്റെ കളറ് മാറി പച്ചയിലേക്ക് വരും. അതുപോലെ പിറ്റേ വർഷം ഈ സമയം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതേ കളറിലേക്ക് വരും. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. അതിൻ്റെ റെഡ് ഉണ്ട്. പിന്നെ വിവിധ വർണ്ണങ്ങളിൽ മഞ്ഞ, ഓറഞ്ച് കളറുള്ള ചെത്തി ബുഷ് ആണിത്. ഇത് അധികം ഹൈറ്റ് വെക്കുകയില്ല. നമ്മൾ ചട്ടിയിലൊക്കെ വളർത്താനും വീടിൻ്റെ മുന്നിലൊക്കെ ചട്ടിയിലൊക്കെ വളർത്തി വല്ല വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ചെത്തി നല്ല വിവിധ വർണ്ണങ്ങളുണ്ട്, 2 കളറിൽ. പിന്നെ ചെറവറ പല കളറുണ്ട്. മഞ്ഞ, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ വളരെ ഇംപേഷ്യൻസ് എന്നുള്ളത്. നല്ല രസമുള്ള ചെടിയാണ്. എനിക്ക് കണ്ട ആരെയും മനം കവരുന്ന ഒരു ചെടിയാണ് ഇംപേഷ്യൻസ്. പല കളറുകളെല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അതിന് മൊട്ടും പൂവായിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കുണ്ട്. ജെറേനിയം, അതും പല കളറിൽ ഇപ്പോൾ ലഭ്യമാണ്. നല്ല ഒരു ചെടിയാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ നല്ലോണം വളരുന്നൊരു ചെടിയാണ്. പിന്നെ മേരിഗോൾഡ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ള ഡാലിയ ഉണ്ട്. പിന്നെ ഇത് ഇപ്പം നമ്മൾ കാണിച്ച പോയിൻറ്റ് സിറ്റിയുടെ റെഡ് കളർ, അതും നമ്മുടെ ഇപ്പോൾ ലഭ്യമാണ്. ചെടിമുരിങ്ങ വന്നിട്ടുണ്ട്. അത് 6 മാസം കൊണ്ട് പൂവിടുന്നതാണ് ചെടിമുരിങ്ങ. നല്ലോണം കായ് പിടിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ റെഡ് ലേഡി പപ്പായ ഇപ്പം കുറച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. വളരെ റെയറായിട്ട് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഈ തണുപ്പ് കാലാവസ്ഥയായിട്ട് ഇത് മുളയ്ക്കാനൊക്കെ സാധ്യത കുറവാണ്. ഇപ്പം ഈ റെഡ് ലേഡി പപ്പായ കുറച്ച് ലഭ്യത കുറവാണ്. എങ്കിലും കുറച്ച് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് റെഡ് ലേഡി പപ്പായ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറിയുടെ തൈയുണ്ട്. അതെല്ലാം ലഭ്യമാണ്. കൂടാതെ നല്ല മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. എന്ത് നല്ല രസമാണെന്നല്ലേ പൂവ്. ഈ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ് കിട്ടാൻ വളരെ
സാധ്യത കുറവുള്ള ചെടിയാണ്. അത് അങ്ങനെ കിട്ടുന്നില്ല. പിങ്ക് വയലറ്റൊക്കെ ധാരാളം കിട്ടും. പക്ഷെ മഞ്ഞ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്, ലഭ്യത കുറവാണ്. മഞ്ഞയുണ്ട്, അതുപോലെ പിങ്ക്, വയലറ്റ് കളർ ഉണ്ടോ. ഇതും ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ ചെടി നമ്മുടെ അടുത്ത് ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ മൾബറിയുടെ ചെടി നമ്മുടെ അടുത്ത് ലഭ്യമായിട്ടുണ്ട്. മൾബറിയുടെ ഉണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഇപ്പോൾ ലഭ്യമാണ്. അതിൽ ടെക്കോമയുടെ തൈകളുണ്ട്, പല കളറിലുള്ളത്. പിന്നെ ഒരു പുതിയ ചെടിയുണ്ട്, അതിൻ്റെ പേര് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കിട്ടിയില്ല. ഒരു പുതിയ ക്രീപ്പർ ടൈപ്പ് ചെടിയാണ്, നല്ല ഒരു പുതിയ ഐറ്റമാണ്. അത് ചെടിയുണ്ട്. പിന്നെ നമുക്ക് അറിയാം, നമ്മുടെ വീടുകളിൽ അത്യാവശ്യം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് നമ്മുടെ അരൂത. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് നിർബന്ധമായിട്ടും ഒരു ചെടിയെ വെച്ച് പിടിപ്പിക്കണം, മരുന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന. പിന്നെ ഈ ചെടി ഉള്ളിടത്തൊക്കെ പാമ്പ് വരികയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ബോഗൺവില്ല സ്റ്റോക്കുണ്ട്. പിന്നെ അഡീനിയയുടെ പുതിയ മിനിയേച്ചർ, അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. ഇതുണ്ടോ, പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ നേഴ്സറി ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്ന ചെടികൾ. അപ്പം നമ്മൾ പുതിയ സ്റ്റോക്ക് വരുന്ന വരയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നമസ്കാരം.